ഓക്കെ സർ. തുടങ്ങട്ടെ സ്റ്റുഡൻസ്? ശരി സർ. ഓക്കെ, വന്നവരൊക്കെ നോട്ട് എഴുതിയെടുക്കുക. ഇനി അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വീഡിയോ ഒക്കെ കൊടുക്കാലോ അല്ലേ? ഓക്കെ അമൃതേ, ഓക്കെ, എന്നാൽ തുടങ്ങാം. നമുക്ക് ഇന്ന് വൈലോപ്പിള്ളിയെ കുറിച്ചാണ് പറയേണ്ടത്. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഏതാണ്ട് 60 കൊല്ലക്കാലത്തെ സാഹിത്യ സേവനത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകണം. അതില് കുറെ ജീവിതഗന്ധിയായ കവിതകൾ നമ്മുടെ ഭാഷയ്ക്ക് സമ്മാനിച്ച വൈലോപ്പിള്ളി പല വിശേഷണങ്ങളും മലയാളത്തിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അല്ലെ? മാനവികതയുടെ കവി എന്നും വാക്കുകളുടെ മന്ത്രശക്തിയുള്ള കവി എന്നും കാച്ചിക്കുറുക്കിയ കവിതയുടെ കവി എന്നും മാമ്പഴത്തിന്റെ കവി എന്നുമെല്ലാം വൈലോപ്പിള്ളിക്ക് പലതരം വിശേഷണങ്ങൾ നമ്മൾ കൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെ? മാനവികതയുടെ കവി, വാക്കുകളുടെ മന്ത്രശക്തി, കാച്ചിക്കുറുക്കിയ കവിതയുടെ കവി, മാമ്പഴത്തിന്റെ കവി അല്ലെ? ഇതെല്ലാം പല ഘട്ടങ്ങളിലായി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വിശേഷണങ്ങളാണ്. ആദ്യകാലഘട്ടത്തിൽ ശ്രീ എന്ന തൂലികാ നാമത്തിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ശ്രീ എന്ന തൂലികാ നാമത്തിൽ എഴുതിയിട്ടുള്ള വൈലോപ്പിള്ളി, അദ്ദേഹത്തിന്റെ ആദ്യ കവിത എന്ന് പറയുന്നത് കന്നിക്കൊയ്ത്താണെന്നും ആദ്യ കവിത കന്നിയെന്നും അവസാന കാലത്തെ കവിത എന്ന് പറയുന്നത് മകരക്കൊയ്ത്താണെന്നും സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ആദ്യ കവിത കന്നിക്കൊയ്ത്തും അവസാന കവിത മകരക്കൊയ്ത്തുമാണെന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കാവ്യനാടകം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. കാവ്യനാടകത്തിന്റെ മേഖലയിലുള്ള കൃതികൾ മൃതസഞ്ജീവിനി, അലക്സാണ്ടർ ഇന്ത്യയിൽ, ഋഷ്യശൃംഗൻ എന്നിവ ഇദ്ദേഹത്തിന്റെ കാവ്യ നാടകങ്ങളുടെ വിഭാഗത്തിൽ വരുന്ന കൃതികളാണ്. മൃതസഞ്ജീവിനിയും അലക്സാണ്ടർ ഇന്ത്യയിലും ഋഷ്യശൃംഗനുമെല്ലാം കാവ്യനാടകത്തിന്റെ വിഭാഗത്തിൽ വരുന്ന കൃതികളാണ്. കയ്പവല്ലരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. കയ്പവല്ലരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കുടിയൊഴിക്കൽ എന്ന അദ്ദേഹത്തിന്റെ കൃതിക്ക് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വൈലോപ്പിള്ളിയുടെ സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം ലഭിച്ച കൃതി ഏത് എന്ന് ചോദിച്ചാൽ അത് കുടിയൊഴിക്കലാണ്. അപ്പൊ കയ്പവല്ലരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കുടിയൊഴിക്കലിന് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഈ വിട എന്ന കവിതയ്ക്ക് വളരെ ശ്രദ്ധേയമായ ഒരു രചനയാണ് വിട. അതിന് 2 പുരസ്കാരങ്ങൾ ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. ഒന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും മറ്റൊന്ന് ഓടക്കുഴൽ പുരസ്കാരവുമാണ്. ഒന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുഴൽ പുരസ്കാരവും. അവ മറന്നുപോകരുത്. കയ്പവല്ലരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കുടിയൊഴിക്കലിന് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും വിടയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും
ഓടക്കുഴൽ പുരസ്കാരവും ലഭിച്ചതായിട്ട് ഏതാണ്ട് രണ്ടാമത്തെ ആണെന്ന് തോന്നുന്നു ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇനി മകരക്കൊയ്ത്തിന് പറയാവോ മാഷെ? അവാർഡ് കിട്ടിയ വർഷങ്ങള് പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1971 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് 1969 ഈ മകരക്കൊയ്ത്തിന് ലഭിച്ചിട്ടുള്ളത് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് 1980 1980. ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നമുക്കൊന്ന് നോക്കാം. അത് ഞാൻ വരുന്നില്ല, ഞാൻ നോക്കാം. അപ്പോ ഇതൊക്കെയാണ് അവാർഡിന്റെ കഥകൾ. അപ്പോ അതെല്ലാം ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ഈ ചില കവികളുടെ വയലാർ അവാർഡ് കിട്ടിയ കൃതി ഏത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അവാർഡിന്റെ മേഖലയില്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. മകരക്കൊയ്ത്ത്, വിട, കുടിയൊഴിക്കൽ, കയ്പവല്ലരി എന്നിവയ്ക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളെല്ലാം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. മാഷെ മകരക്കൊയ്ത്തിന് ഏത് അവാർഡാ കിട്ടിയേ? മകരക്കൊയ്ത്തിന് വയലാർ അവാർഡ്. താങ്ക്സ്. ഇനി കന്നിക്കൊയ്ത്ത് അല്ലേ, ആദ്യകാല കവിതയല്ലേ കന്നിക്കൊയ്ത്ത്. കന്നിക്കൊയ്ത്തിന് കിട്ടിയിട്ടുള്ളത് ഈ സാഹിത്യ പരിഷത്ത് സമ്മാനമാണ്. സാഹിത്യ പരിഷത്ത് സമ്മാനം അതുപോലെ കന്നിക്കൊയ്ത്തിന് മദ്രാസ് സർക്കാരിന്റെ ഒരു കിട്ടിയിട്ടുണ്ട്. മദ്രാസ് ഗവൺമെന്റിന്റെ ഒരു എനിക്കൊന്ന് കൂടുതലെല്ലാം കിട്ടിയ ഒരു അവാർഡില്ലേ മദ്രാസ് ഗവൺമെന്റ് കൊടുക്കുന്ന, അതും കിട്ടിയിട്ടുണ്ട് കന്നിക്കൊയ്ത്തിന് എന്ന് കാണുന്നുണ്ട്. അപ്പോ ഈ പുരസ്കാരത്തിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. പിന്നെ അതിന്റെ ഒരു കൊല്ലം നമുക്കൊന്ന് കലക്ട് ചെയ്യാം. ഏതിന്റെ കയ്പവല്ലരിയുടെ കൊല്ലം ഒന്ന് കലക്ട് ചെയ്യാം. പിന്നെ ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ കൃതികൾ ഒന്ന്, കുറെ കൃതികളുണ്ട്. ഒറ്റപ്പെട്ട കവിതയുണ്ട്, സമാഹാരമുണ്ട്. ചിലതെല്ലാം നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ കൃതികളൊന്ന് എഴുതാൻ നമുക്ക്. കൃതികൾ എന്ന് ഹെഡിങ് എഴുതിയിട്ട് താഴെ എഴുതിക്കോളൂ കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, വിട, ശ്രീരേഖ, ഓണപ്പാട്ടുകാർ, വിത്തും കൈക്കോട്ടും, കയ്പവല്ലരി. കയ്പവല്ലരിക്ക് ഏത് അവാർഡാ കിട്ടിയത്? കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ഓക്കെ, കയ്പവല്ലരി. കടൽക്കാക്കകൾ, കുരുവികൾ, കുടിയൊഴിക്കല് ഖണ്ഡകാവ്യമൊക്കെയാണെന്ന് ചിലർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യമാണ് കുടിയൊഴിക്കൽ.
ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു കവിതയാണ് കുടിയൊഴിക്കൽ. കുന്നിമണികൾ. കുന്നിമണികൾ ഇദ്ദേഹത്തിന്റെ കുട്ടിക്കവിതകളെല്ലാം കൂടി അതിലാ വരുന്നത്. കുന്നിമണികൾ. ആ കുന്നിമണികൾക്ക് ഒരു ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളൂ. അവിടെ ഈ കല്യാണി കൃഷ്ണമേനോൻ ഒരു അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ്, അതിപ്പോ നമ്മൾ കേൾക്കാറില്ല, അന്ന് അന്നത്തെ കിട്ടിയിരുന്ന ഒരു അവാർഡാണ് കല്യാണി കൃഷ്ണമേനോൻ അവാർഡ്. ഈ കുന്നിമണികൾക്ക് കിട്ടിയതായിട്ട് ഒരു സ്ഥലത്ത് കാണുന്നുണ്ട്. പിന്നെ പന്തങ്ങൾ. പന്തങ്ങൾ. കണ്ണീർപ്പാടം. കണ്ണീർപ്പാടം. കൃഷ്ണമൃഗങ്ങൾ. കൃഷ്ണമൃഗങ്ങൾ. സഹ്യന്റെ മകൻ. തച്ചന്റെ മകൻ. മാമ്പഴം. പടയാളികൾ. പട്ടിണിപ്പാട്ടുകൾ. മലതുരക്കൽ. ജലസേചനം. ജലസേചനം നമ്മൾ നേരത്തെ എഴുതിയ ശ്രീരേഖ എന്ന സമാഹാരത്തിൽ വരുന്നതാണ്. എന്നാലും ചില കവിതകളൊക്കെ പേരെടുത്ത് പറയേണ്ടതുണ്ട്. ജലസേചനം. കാക്ക. യുഗപരിവർത്തനം. യുഗപരിവർത്തനം. അതിനടിയിൽ എഴുതുക. ഈ ചില കവിതകളൊക്കെ നമുക്ക് പ്രത്യേകം പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം ഒന്നും പ്രത്യേകം പരാമർശിക്കാനായിട്ട് നടക്കുകയുമില്ല. ഇപ്പൊ ചിലതെല്ലാം നമുക്കൊന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഈ ജന്മികുടിയാൻ ബന്ധം വിമർശനാത്മകമായി വിലയിരുത്തുന്ന കൃതിയാണ് കുടിയൊഴിക്കൽ. പണ്ട് കാലത്തുണ്ടായിരുന്ന ജന്മികുടിയാൻ ബന്ധത്തെ വിമർശനാത്മകമായി വിലയിരുത്തുന്ന ഒരു കൃതി എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധേയമാണ്. ആയിരത്തി 1947 തോന്നുന്നു രചനാകാലം. ഈ കുടികിടപ്പുകാരനായ ഒരു തൊഴിലാളി, നിങ്ങൾ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ എവിടെയെങ്കിലും പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഈ കൃതി, അല്ലേ? കുടികിടപ്പുകാരനായ തൊഴിലാളി കുടിച്ച് ലക്കില്ലാതെ വരുന്നതും ഒക്കെ അതിൽ പറയുന്നുണ്ട്. രണ്ടു വരി നമുക്ക് നോട്ട് ചെയ്യാം. നിൻ കുടിയൊഴിഞ്ഞിടണമീ ഞാൻ. നിൻ കുടിയൊഴിഞ്ഞിടണം. ഈ ഞാൻ നിൻ കുടിയൊഴിപ്പിക്കുമല്ലെങ്കിൽ. ിക്കുമല്ലെങ്കിൽ മറ്റൊരു സമാഹാരം അല്ലെങ്കിൽ മറ്റൊരു കൃതിയാണ് കന്നിക്കൊയ്ത്ത്. കന്നിക്കൊയ്ത്ത് നടക്കുന്ന പാടത്തുകൂടെയുള്ള ഒരു യാത്രയാണ് കവിത. അപ്പോൾ
ജീവിതത്തിലൂടെ കവി നടക്കുകയാണ്. കന്നിക്കൊയ്ത്ത് നടക്കുന്ന പാടത്തുകൂടെയുള്ള ഒരു യാത്ര എന്ന രീതിയിലാണ് കവിത അവതരിപ്പിക്കുന്നത്. അപ്പൊ അവിടെ കണ്ടുമുട്ടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ആവിഷ്കൃതമാകുന്ന കവിതയാണിത്. മാഷെ ഒന്നുകൂടെ പറയാ, ഒന്നും ക്ലിയർ ആയില്ല മാഷെ, കട്ടായി പോയി. കട്ടായി പോന്നു. ഈ എവിടെയാ നിന്നുപോയത്? കന്നിക്കൊയ്ത്ത്. കന്നിക്കൊയ്ത്ത് നടക്കുന്ന പാടത്തുകൂടെയുള്ള യാത്രയാണ്. കന്നിക്കൊയ്ത്ത് നടക്കുന്ന പാടത്തുകൂടെയുള്ള ഒരു യാത്രയാണ്. വളരെ പ്രസിദ്ധമായ ഒരു വരിയുണ്ടല്ലോ അല്ലെ? ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ, ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ, ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്തുവാൻ. ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ, ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്തുവാൻ. ഈ വിജിഗീഷു എന്ന് പറയുന്നത് വിജയം ശീലിച്ചിട്ടുള്ളവൻ എന്ന അർത്ഥത്തിലാണ് അല്ലെ? വിജയം ശീലിച്ചിട്ടുള്ളവനായ അല്ലെ? മൃത്യുവിനാവുകയില്ല ജീവിതത്തിന്റെ കൊടിപ്പടം. മരണത്തിന് ജീവിതത്തെ താഴ്ത്തിക്കെട്ടാനാവുകയില്ല. ജീവിതമാണ് എപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. പിന്നെ വേറൊരു ഭാഗം, ആകയാൽ ഒറ്റയൊറ്റയിൽ കാണും ആകുലികളെ പാടു എന്ന് പറയുന്ന ഭാഗം. ആകയാൽ ഒറ്റ കാണുന്ന, ആകയാൽ ഒറ്റയിൽ കാണൂ ആകുലികളെ പറ്റി പാടിയിടും വീണേ എന്ന് പറയുന്ന ഒരു ഭാഗമെല്ലാം കന്നിക്കൊയ്ത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കുക. മാഷെ ആ വരി ഒന്നുകൂടെ പറയൂ. ആകയാൽ ഒറ്റയൊറ്റയിൽ കാണും ആകുലികളെ പറ്റി പാടിയിടും വീണ എന്ന പ്രയോഗം. മറ്റൊരു ശ്രദ്ധേയമായ കൃതിയാണ് പന്തങ്ങൾ. പന്തങ്ങൾ സെഡറ്റിംഗ്. കുറെ വിപ്ലവ ചിന്തകൾ വരുന്ന ഒരു കൃതി എന്നുള്ള നിലയിൽ, വൈലോപ്പിള്ളിയുടെ വിപ്ലവ ചിന്തകളെ ആവിഷ്കരിച്ചിട്ടുള്ള കൃതി എന്നുള്ള നിലയ്ക്ക് ഇത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നി പന്തങ്ങൾ. നിങ്ങളുടെ മനസ്സിലുണ്ടാവരി, നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ട് അല്ലെ? വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില വരികൾ ഈ കൃതിയിൽ ഉണ്ട് എന്നറിയുക. ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നി പന്തങ്ങൾ. ചില രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരു മുദ്രാവാക്യം പോലെ എടുത്തുപയോഗിക്കുന്ന വരികളാണിതെല്ലാം. ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നി പന്തങ്ങൾ. ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നി പന്തങ്ങൾ.
അതേപോലെ മറ്റൊരു ശ്രദ്ധേയമായ ഭാഗം പൊലിമയുടെങ്ങും പൊങ്ങുക പുത്തൻ തലമുറയെന്തും പന്തങ്ങൾ. പൊലിമയുടെങ്ങും പൊങ്ങുക തലമുറയെന്തും പന്തങ്ങൾ. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരാം. എന്താ അല്ല, ആശാരിയോട് ഞങ്ങളത് ചോദിച്ചിരുന്നു. അപ്പൊ അയാള് അല്ല, ഒരു ഇങ്ങനത്തെ ആശാരി ഇങ്ങനത്തെ ഒന്നും അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതേ കമ്പനിയുടെ തന്നെ സാധനം. ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞപ്പോഴും. ഇത് ഫിറ്റ് ആയാലും
ഹലോ ഹലോ മാഷെ ഒന്നും കേൾക്കുന്നില്ല. ഹലോ മാഷില്ലല്ലോ, മാഷ് പോയതല്ലേ. മാഷ് ഇപ്പം വരാന്ന് പറഞ്ഞു പോയതല്ലേ. ഓക്കെ, എല്ലാവർക്കും അതുപോലെയാണല്ലോ അല്ലേ? ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രാണ് എന്ന്, അതുകൊണ്ടാ ചോദിച്ചേ. അല്ല, മാഷ് ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു, കാണുന്നില്ല ഇതില്. വരുമായിരിക്കും. പിന്നെ കാളിന്തിയെ വഴിമാറ്റി ഒഴുക്കാനുള്ള ശ്രമമാണ് ബലരാമൻ ചെയ്യുന്നത്. ആകെ വരൾച്ചയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, കൊല്ലുന്ന ചൂടിനാൽ മാമരം വേവുന്നു പുല്ലിന്റെ കാര്യം എന്ത് ചൊൽവാൻ എന്ന് നമ്മൾ മുമ്പ് വരൾച്ചയെ കുറിച്ച് കേട്ടിട്ട്. അത്തരമൊരു വരൾച്ചയാണ് അമ്പാടിയിൽ. എന്താ പറയുന്നത് അമ്പാടി നിവാസികൾ? കണ്ടിതോഭദ്ര വരണ്ടുപോയി മന്നിടം, കണ്ടിതോഭദ്ര വരണ്ടുപോയി മന്നിടം, കണ്ണുനീർ മാത്രമേ ബാക്കിയുള്ളൂ, കണ്ണുനീർ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ കാളിന്തിയെ അമ്പാടിയിലൂടെ ഒഴുക്കുവാനുള്ള ഒരു ഹലായുധന്റെ, ഹലായുധനാണല്ലോ ബലരാമൻ അല്ലെ? ഹലായുധന്റെ ശ്രമമാണ് ഈ ആദി കർഷക രാജാവായിട്ട് ബലരാമനെ ചിത്രീകരിക്കുന്നതുമെല്ലാമുള്ള ചില ഒരു കവിതയാണ്, പ്രതീകാത്മകമാണ്. ജലസേചനം, അത് ശ്രീരേഖ എന്ന സമാഹാരത്തിലുണ്ട് കവിത, നമുക്ക് വായിക്കാൻ. മറ്റൊരു കവിതയാണ് സർപ്പക്കാട് എന്ന് പറയുന്ന കവിത. സർപ്പക്കാട് അന്ധവിശ്വാസങ്ങളുടെ സർപ്പക്കാവുകളെ, അങ്ങനെയാ പറയുന്നത്, അന്ധവിശ്വാസങ്ങളുടെ സർപ്പക്കാവുകളെ ശാസ്ത്രീയ വിജ്ഞാന വെൺമെഴുകൊണ്ട്, ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെ വെൺമെഴുകൊണ്ട് അറുത്തു നീക്കുകയാണ്. വെൺമെഴുകൊണ്ട് അറുത്ത് നീക്കുകയാണ്. എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് കവി, അഗ്നി കൊളുത്തുങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്ന അന്ധവിശ്വാസങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള വെലുപ്പള്ളിയുടെ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സർപ്പക്കാട് എന്ന കവിത. അപ്പൊ അത് പേരൊന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സർപ്പക്കാട് എന്ന കവിത, അത് ആ നിലയ്ക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കവിതയാണ് സർപ്പക്കാട്. ഇനി ഈ കവിതാ സാഹിത്യ ചരിത്രത്തിൽ ലീലാവതി ടീച്ചർ പറയുന്നുണ്ട്, നമുക്ക് 2 ഓണക്കവികളാണുള്ളത് എന്ന്, അല്ലെ? ഏതെല്ലാമാണ് ആ 2 ഓണക്കവികൾ? ഒന്ന് ശ്രീയും മറ്റൊന്ന് പിയുമാണ്. പി കുഞ്ഞിരാമൻ നായരും ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോനുമാണ്, അല്ലെ? അപ്പോ ഓണപ്പാട്ടുകാർ ഇദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധേയമായ കൃതികളിൽ ഒന്നാണ് ഓണപ്പാട്ടുകാർ. അപ്പൊ നിങ്ങൾ ഓർക്കണം, അല്ലെ? ഓണപ്പാട്ടുകാർ, നമ്മൾ നേരത്തെ പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓണത്തെ ഒരുപാട് സൗന്ദര്യപൂജയിലും പൂക്കളത്തിലുമെല്ലാം ഓണത്തെ ഒരുപാട് ചർച്ചയ്ക്ക് വിഷയമാക്കിയ, അല്ലേ, കൃതിയാണ്. അതേപോലെ ശ്രദ്ധയർഹിക്കുന്ന ഒരു കൃതിയാണ് ഓണപ്പാട്ടുകാർ, അല്ലേ? ഇതൊരു ഓണപ്പൂക്കളം തീർത്താൽ അതിന് നടുവിൽ നിൽക്കുന്ന പൂക്കളാണ് പോലെയാണ് ഓണപ്പാട്ടുകാർ എന്നെല്ലാം ഈ കൃതിയെ നിരീക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്, അല്ലേ? ഈ പ്രൊഫസർ MN വിജയൻ ഓണപ്പാട്ടുകാർ പഠന വിധേയമാക്കിയിട്ടുണ്ട്, അല്ലേ? ശീർഷാസനം, വൈലോപ്പിള്ളി കവിതകളെ പഠന വിധേയമാക്കിയാണ് MN വിജയൻ. ശീർഷാസനം എന്നല്ലേ ആ കൃതിയുടെ പേര്? അദ്ദേഹത്തിന്റെ ശീർഷാസനം.
അല്ലേ? അവിടെയാണ് ഈ കാച്ചിക്കുറുക്കിയ കവിത ഉള്ള പരാമർശം വരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. കാച്ചിക്കുറുക്കിയ കവിത എന്ന പരാമർശം അവിടെയാണ് വരുന്നത്. ശരിക്കും വൈലോപ്പിള്ളി കവിതകളെ കുറിച്ച് ഫ്രോയിഡിയൻ മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുകയാണ് ശീർഷാസനത്തിൽ ഓണപ്പാട്ടുകാർ അടക്കമുള്ള കവിതകളെ കുറിച്ച് എം.എൻ. വിജയൻ നടത്തുന്ന പഠനം, അല്ലെ? ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായിരിക്കുന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ചിന്തകൾക്ക് അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്തകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട് വിലയിരുത്തപ്പെടുകയാണ് ചെയ്യുന്നത് വൈലോപ്പിള്ളി കവിതകളെ. അത്തരമൊരു പഠന ഗ്രന്ഥമാണ് ശീർഷാസനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപ്പൊ ഓണപ്പാട്ടുകാരെ ഒരു നഷ്ട സ്വർഗ ചിന്തയാണ്, അല്ലെ? നല്ലൊരു കാലം ഉണ്ടായിരുന്നു എന്നും അത് നഷ്ടപ്പെട്ടു പോയി എന്നുമുള്ള ഒരു ചിന്തയാണ്, നഷ്ടസ്വർഗ ചിന്തയാണ്, അല്ലേ? അരുമയിൽ ഓണപ്പാട്ടുകൾ പാടി പെരുവഴി താണ്ടും കേവലരെപ്പോഴും അരവയർ വെട്ടണിപ്പെട്ടവർ കീറി പഴകിയ കൂറ പുതച്ചവർ ഞങ്ങൾ, അല്ലേ? ആ വരികളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അരുമയിൽ ഓണപ്പാട്ടുകൾ പാടി പെരുവഴി താണ്ടും കേവലരെപ്പോഴും അരവയർ പട്ടിണിപ്പെട്ടവർ കീറി പഴകിയ കൂറ പുതച്ചവർ ഞങ്ങൾ, അല്ലേ? എന്നല്ലേ അവരി? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവുന്ന ഒരു ഭാഗമാണ് അതെല്ലാം. ഓണപ്പാട്ടുകാർ മറ്റൊരു കവിതയാണ് സഹ്യന്റെ മകൻ. അതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് കുട്ടിക്കൃഷ്ണമാരാരാണ്. നിൽക്കില്ലല്ലോ. അവതാരിക എഴുതിയിരിക്കുന്നത് കുട്ടിക്കൃഷ്ണമാരാരാണ്. ഈ ഉത്സവത്തിന് എഴുന്നള്ളിച്ച് കൊണ്ടു നിൽക്കുന്ന ഒരു കൊമ്പനാനയുടെ ചില വിചാരങ്ങളാണ്. ഉത്സവത്തിന് എഴുന്നള്ളിച്ച കൊമ്പനാനയുടെ ചില വിചാരങ്ങൾ ആണ് സഹ്യന്റെ മകൻ. ഇവിടുത്തെ കാഴ്ചകള് ചില വനത്തിൽ താമസിക്കുന്ന കാലത്തെ കാഴ്ചകളായിട്ട് ഈ ആനയ്ക്ക് തോന്നുന്നതാണ്. ശരിക്കും അടിച്ചമർത്തപ്പെട്ട മൗലിക ചോദനകളുടെ തിരിച്ചടിക്കുണ്ടാകുന്ന രൂക്ഷതയുടെ പ്രതീകമാണ് എന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അടിച്ചമർത്തപ്പെട്ട മൗലിക ചോദനകളുടെ തിരിച്ചടിക്കുണ്ടാകുന്ന രൂക്ഷതയുടെ പ്രതീകമാണ് സഹ്യന്റെ മകൻ.
മതപ്പാട് മാറിയിട്ടില്ലല്ലോ. മതം പൊട്ടിയാനാണ്, മതപ്പാട് പൂർണ്ണമായി മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ചിന്തകൾക്കൊരു നിയന്ത്രണവുമില്ല, അവന്റെ പ്രവൃത്തികൾക്ക് നിയന്ത്രണവുമില്ലാതെ അപ്പൊ പിറ്റേ ദിവസം അത് ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ, ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭയത്തിന്റെ അന്തരീക്ഷമെല്ലാം വളരെ മനോഹരമായി ചിത്രീകരിക്കുന്നു. നേരം വെളുത്ത് ഒരു പട്ടാളക്കാരനെ കൊണ്ടുവരികയും അയാളുടെ തോക്കിൽ നിന്നുള്ള ഒരു വെടിയുണ്ട ചീറിപ്പായുകയുമാണ് ഈ സഹ്യന്റെ മകനിലേക്ക്. അപ്പോൾ പിന്നെ കേൾക്കുന്നത് സഹ്യന്റെ മകന്റെ അന്തിമ രോദനമാണ്. സഹ്യന്റെ മകന്റെ അലറലാണ് നമ്മൾ പിന്നീട് കേൾക്കുന്നത്. അന്തിമ രോദനമാണ് നമുക്ക് പിന്നീട് കേൾക്കാൻ കഴിയുന്നത്. കവി ഒടുവിൽ പറയുകയാണ്, ദ്യോവിനെ വിറപ്പിക്കുമാ വിളി കേട്ടോ, ദ്യോവിനെ വിറപ്പിക്കുമാ വിളി കേട്ടോ, ദ്യോവിനെ വിറപ്പിക്കുമാ വിളി കേട്ടോ മണി മണി. അടുത്ത വരി, കോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം, കോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം. സഹ്യന്റെ മകനുണ്ടായ ദയനീയമായ അന്ത്യത്തെ വളരെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുന്ന ഒരു കൃതിയാണ്. ശരിക്കും മനുഷ്യന്റെ അടിച്ചമർത്തപ്പെട്ട ചോദനകൾക്ക് ഉണ്ടാകുന്ന തിരിച്ചടി എത്ര രൂക്ഷമാണ് എന്ന് പറയുകയാണ്. ദ്യോവിനെ വിറപ്പിക്കുമാ വിളി കേട്ടോ, മണിക്കോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം. മറ്റൊരു കവിതയാണ് തച്ചന്റെ മകൻ. ശങ്കരക്കുറുപ്പിന്റെ ഒരു കവിത നമ്മൾ വായിച്ചതാണ്, അറിഞ്ഞതാണ് അല്ലെ? പെരുന്തച്ചൻ എന്ന പുരാവൃത്തത്തെ ആസ്പദമാക്കിയുള്ള ഒരു കവിത എന്നുള്ള നിലയ്ക്കായിരുന്നു തച്ചന്റെ മകൻ വരുന്നത് അല്ലെ? അവിടെ ആത്യന്തികമായി തന്നേക്കാൾ തൻ്റെ മകൻ വലുതാകുന്നു എന്നറിയുമ്പോൾ ഒരച്ഛനുണ്ടാകുന്ന അസൂയയാണ് അവിടെ മുളപൊട്ടുന്നത്. അത് എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്നു എന്നാ പറയുന്നത്. അച്ഛനിലും മകനിലും എല്ലാം കുടികൊള്ളുന്ന എന്നാണ് പറയുന്നത്. അത് മനുഷ്യരിലുണ്ട്, അതാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ തച്ചന്റെ മകനിൽ എന്താ അന്ന് സംഭവിച്ചത്? ഒരു കേവലം കൈപ്പിഴ സമർത്ഥിക്കുവാൻ തച്ചന്റെ ആത്മാവ് വെമ്പുന്നതാണ്. അറിയാതെയാണുള്ളി എന്ന് ശങ്കരക്കുറുപ്പ് പറയുന്നുണ്ട്. അന്ന് സംഭവിച്ചത് കേവലം ഒരു കൈപ്പിഴയാണെന്ന് സമർത്ഥിക്കുകയാണ് തച്ചന്റെ മകനിലൂടെ ചെയ്യുന്നത്. മറ്റൊരു കവിതയാണ് കണ്ണീർപ്പാടം. കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ അല്ലേ? കണ്ണീർപ്പാടം. കലുഷമായ സ്വന്തം ജീവിതത്തെയാണ് കണ്ണീർപ്പാടത്തിലൂടെ വരയ്ക്കുന്നത്. ഇതൊരു ദാമ്പത്യ പ്രാധാന്യമുള്ള കവിത, അല്ലെങ്കിൽ ദാമ്പത്യ വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്ന വൈലോപ്പിള്ളിയുടെ കവിത എന്നുള്ള നിലയിലാണ് വരുന്നത് അല്ലേ? നിങ്ങൾ ആരെങ്കിലും ആ കവിത വായിച്ചിട്ടുണ്ടോ? ബസ് വന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് കവിത. ക്ഷേത്ര ദർശനമാണ് വിഷയം. കവി നേരത്തെ തയ്യാറായി നിന്നിട്ടുണ്ട്. ഇപ്പോഴ്
ഭാര്യ തയ്യാറായിട്ടില്ല, ഒരുങ്ങി നിൽക്കുകയാണ്, ഒരുങ്ങിയിട്ടില്ല, കവി അസ്വസ്ഥനാണ്, ബസ് പോയി. അപ്പോ ക്ഷേത്രത്തിലേക്കല്ലേ, ഇത്രയും ഒരുങ്ങേണ്ടതുണ്ടോ എന്നെല്ലാമുള്ള ചില പരാമർശങ്ങൾ ഉണ്ട് അല്ലെ? മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട് ആ കവിത. ഇതെല്ലാം നമുക്ക് ഇപ്പോഴെല്ലാം ഒറ്റയടിക്ക് വായിക്കാനും സാധ്യമല്ല. പണ്ട് നമ്മൾ വായിച്ചൊരു കവിതയാണത്. അങ്ങനെ കണ്ണീർപ്പാടം താണ്ടിപ്പോവുകയാണ്. അപ്പോൾ കണ്ടുമുട്ടുന്ന ചില ദമ്പതികൾ, ഇവരാണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല, മുമ്പിലുമായി നടക്കുകയാണ്. അപ്പൊ ജീവിതത്തില് ഉണ്ടാവുന്ന ചില അവസ്ഥകളെയെല്ലാം വളരെ മനോഹരമായി വർണ്ണിക്കുകയാണ് അല്ലെ? ഇത് പൊരുത്തപ്പെടാത്ത ജീവിത വീക്ഷണങ്ങളോടുകൂടിയ വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അല്ലെ? പൊരുത്തപ്പെടാത്ത ചില ജീവിത വീക്ഷണങ്ങളോടുകൂടിയ വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. രസകരമായ കാര്യം, തന്റെ ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന പൊരുത്തക്കേടുകളെ ഒരു മറയുമില്ലാതെ അദ്ദേഹം വർണ്ണിക്കുന്നു എന്നുള്ളതാണ്. വൈലോപ്പിള്ളിയെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. ഭാര്യയോട് അദ്ദേഹം അങ്ങനെ കലബല കൂട്ടുകയാണ്. പിന്നീട് പത്രക്കാരൊക്കെ ചെന്ന് വിളിക്കുമ്പോ വാതിലടച്ചകത്തിരിക്കുകയാണ് കവി. ആരെങ്കിലും കാണാൻ ചെല്ലുന്നവരോടെല്ലാം കയർക്കുകയും അങ്ങനെ പ്രത്യേകമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു എന്ന് പറയുന്നുണ്ട് വൈലോപ്പിള്ളി. അദ്ദേഹത്തിന് ഭാര്യയോട് മാത്രമല്ല സമൂഹത്തോടും അങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് പിൽക്കാലത്ത് അല്ലെ? വല്ലാത്തൊരു ജീവിത പ്രകൃതമായിരുന്നു എന്ന് പറയുന്നുണ്ട് വൈലോപ്പിള്ളിയുടേത്. അപ്പം അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യണ്ട, നിങ്ങൾ നല്ല മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മുടെ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് അങ്ങ് പോവുകയാണ്, അങ്ങോട്ടൊന്നും നമ്മൾ പോവേണ്ടതില്ല. അപ്പം പൊരുത്തപ്പെടാത്ത ജീവിത വീക്ഷണങ്ങളോടുകൂടിയ വ്യക്തികൾ സഹവർത്തിത്വം അനുസരിച്ച് ദാമ്പത്യം പേര് തളരുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ മുകളിൽ അങ്ങ് പോവുകയാണ്. അങ്ങനെയാണല്ലോ പല കുടുംബങ്ങളും, നമുക്കറിയാം. പക്ഷെ അത് വൈലോപ്പിള്ളി തുറന്ന് എഴുതി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അതിന് അദ്ദേഹത്തിന് മറയൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ പറയുന്നുണ്ട്, പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കുവാൻ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ. അതാ, പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ. ഇന്ന് പലർക്കും ദാമ്പത്യത്തിൽ തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയാണ് അല്ലെ? വിവാഹമോചനങ്ങൾ ധൃതിയിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കവിതയ്ക്കുള്ള പ്രസക്തി അല്ലെ? എല്ലാവരും ഈ അസ്വാരസ്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ കണ്ണീർപ്പാടം ഒന്നെടുത്ത് വായിക്കുന്നത് നല്ലതായിരിക്കും. പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ എന്നെല്ലാം പരാമർശിക്കപ്പെടുന്ന കവിത എന്നുള്ള നിലയിൽ. മറ്റൊന്ന് മാമ്പഴമാണ്. മാമ്പഴത്തെ കുറിച്ച് നമ്മളൊന്നും പറയേണ്ടതില്ല. കഥാപ്രസംഗമായിട്ടും കവിതയായിട്ടും കേട്ട് തളർന്നതാണ് നമ്മൾ. അത്രയും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? വാക്കുകൾ വയ്യാത്ത അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക, അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ ഒക്കെ ഓർമ്മിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കഴിയുന്ന ഭാഗമാണ് അതെല്ലാം. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ അല്ലേ? അമ്മ വിറയ്ക്കുന്ന കൈകളോടെ ആദ്യമായി വീണ മാമ്പഴമെടുത്ത് മകന്റെ കുഴിമാടത്തിൽ കൊണ്ടുവയ്ക്കുന്ന വല്ലാത്തൊരു, അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ഈ കവിതയ്ക്ക് ബന്ധമുണ്ട് എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ മരണത്തിന്റെ ഓർമ്മയിൽ മറ്റോ ഇല്ലേ, അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി അനുഭവം കൂടി അത്തരമൊരു അവസ്ഥ തൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. എന്താ, അദ്ദേഹത്തിന്റെ മകൻ അനുജൻ കൃഷ്ണൻകുട്ടി എന്നെങ്ങാണ്ടാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഓർമ്മ
കൂടി ഇതിന്റെ പിറകിൽ ഉണ്ട് അല്ലേ? തോരാമഴ എന്നൊരു കവിതയുണ്ട്, തോരാമഴ അല്ലേ? നിങ്ങൾ ആരെങ്കിലും വായിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടോ തോരാമഴ? ആ റഫീഖ് അഹമ്മദിന്റെ ഈ കൊട മണ്ണട്ടിമേൽ കൊണ്ടുവയ്ക്കുന്ന ഒരു രംഗമുണ്ട്. അതിൽ ഈ ഉമ്മുക്കുൽസുവിന് ഈ ഉമ്മുക്കുൽസു മരിച്ച് മണ്ണടിഞ്ഞിട്ട് ആ മണ്ണട്ടിമേൽ ഈ കൊട കൊണ്ടുവയ്ക്കുന്ന ഒരു രംഗം അതിൽ നമുക്ക് ദർശിക്കാം. അപ്പൊ അതൊക്കെ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അത് മറ്റൊരു സാഹചര്യമാണ്, ഇത് മറ്റൊരു സാഹചര്യമാണ്. പക്ഷെ സമാനമായ ചില രംഗങ്ങൾ ഉണ്ട് അതിലെല്ലാം. ഓക്കെ, ഇനി തുടു വെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ കടലേ കവിതയ്ക്കു ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ കടലേ കവിതയ്ക്കു ഞങ്ങൾക്ക് മഷിപ്പാത്രം, യുഗപരിവർത്തനം എന്ന സമാഹാരത്തിലാണെന്ന് തോന്നുന്നത്. തുടുവെള്ളാമ്പൽ പൊയ്കയല്ല തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ കടലേ കവിതയ്ക്കു ഞങ്ങൾക്ക് മഷിപ്പാത്രം. തൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുകയാണ്. പുതിയ കാഴ്ചപ്പാട് എന്നാണ്ട് ഒരു കവിത ഉണ്ട്, അത് ഈ പരിവർത്തനം എന്ന സമാഹാരത്തിലാണത്. പുതിയ കാഴ്ചപ്പാട്. ഏത് മറ്റൊരു ശ്രദ്ധേയമായ വരി വിഷുക്കണിയിലേതാണ്. വിഷുക്കണി എന്താ? വിഷുക്കണിയിൽ ഏത് ഭൂസര സങ്കല്പത്തിൽ വളർന്നാലും കൃതലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. അല്ലെ? അതും ശ്രദ്ധിക്കപ്പെടേണ്ട വരിയാണ് അല്ലെ? ഏതു ധൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് ധൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. അതൊക്കെ ഇടയ്ക്കെടുത്ത ആളുകൾ ഇങ്ങനെ എടുത്ത് ഈ പ്രഭാഷകരൊക്കെ എടുത്ത് പ്രയോഗിക്കുന്ന വരികളാണ് അല്ലേ? നമ്മളെ ഗ്രാമ നന്മകളെ കുറിച്ച് പറയുമ്പോഴെല്ലാം നമുക്കെടുത്ത് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഇത്. പരീക്ഷയ്ക്ക് മാത്രമല്ലാതെ നമുക്ക് ക്ലാസ് മുറികളിലൊക്കെ കുട്ടികളോട് പറയാൻ പറ്റുന്ന പാകമുള്ള വരികളാണ് ഇതെല്ലാം നമ്മൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഈ കയ്പവല്ലരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൊല്ലം 64 1964 എന്നാണ്. നിങ്ങൾ നേരത്തെ കൊല്ലം ചോദിച്ചില്ലേ? 64. ഇനി കയ്പവല്ലരി അല്ലേ? അതാണ് അതിന് അല്ലേ? ഇനി വൈലോപ്പിള്ളിയുടെ മരണത്തിൽ സച്ചിദാനന്ദൻ എഴുതിയ ഒരു കവിതയുണ്ട്, നമ്മൾ പറഞ്ഞു ഇവനെ കൂടി അല്ലേ? ഈ മുകുളമാല എന്നൊരു കവിത കാണുന്നുണ്ട്, ഒറ്റ കവിതയായിട്ട് മുകുളമാല. അതേപോലെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച കവിതകളിൽ ഒന്നാണ് കൃഷ്ണമൃഗങ്ങൾ
മരണാനന്തരം സ്വീകരിച്ച കവിതയാണ് കൃഷ്ണമൃഗങ്ങൾ. അതേപോലെ കുരുവികൾ കവിതയെക്കുറിച്ച് പറയുന്നുണ്ട്. കുരുവികൾ MN വിജയൻ, നമ്മൾ നേരത്തെ വൈലോപ്പിള്ളി കവിതകളെ കുറിച്ച് പഠിച്ച് നമ്മൾ പറഞ്ഞു. അഭിവാദനം 1957 മന്ത്രിസഭയുടെ പതനത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ട അഭിവാദനം എന്നൊരു കവിത. അഭിവാദനം അടിയന്തരാവസ്ഥ പ്രമേയമായിട്ടുള്ള മാവേലി നാടുവാണിയിടും കാലം എന്ന രീതിയിൽ തുടങ്ങുന്ന ഒരു കവിതയുണ്ട്. അടിയന്തരാവസ്ഥയാണ് അതിൽ പ്രതിപാദ്യ വിഷയം. ഈ ഗാർഹസ്ഥ്യ പ്രണയം ചിത്രീകരിക്കുന്ന ഊഞ്ഞാൽ, ഗാർഹസ്ഥ്യ പ്രണയം ചിത്രീകരിക്കുന്ന ഊഞ്ഞാൽ എന്ന ഒരു കവിത ഒന്നുകൂടെ പറയൂ. മരണാനന്തരം പ്രസിദ്ധീകരിച്ച കവിത അല്ല, ഗാർഹസ്ഥ്യ പ്രണയത്തെ ചിത്രീകരിക്കുന്ന ഊഞ്ഞാൽ എന്നൊരു കവിതയെ കുറിച്ച് അറിയണം. അഭിവാദനം എന്ന കവിതയെ കുറിച്ച് പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ മാഷെ? 1957 മന്ത്രിസഭയുടെ പതനവുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് അഭിവാദനം. അഭിവാദനം ഗാർഹസ്ഥ്യ പ്രണയത്തെ ചിത്രീകരിക്കുന്ന ഊഞ്ഞാൽ പിന്നെ ഒരു 2 വരി. എത്രയോ ഹൃദ്യം നമുക്കീ മണം, യുഗപരിവർത്തനത്തിലെ ഒരു വരിയാണ്. എത്രയോ ഹൃദ്യം നമുക്കീ മണം, എത്രയോ ഹൃദ്യം നമുക്കീ മണം, അതിലൂടെ എത്തിടും സവിഷാദ മധുര സ്മൃതികളും, അതിലൂടെ എത്തിടും സവിഷാദ മധുര സ്മൃതികളും. യുഗപരിവർത്തനം മറ്റൊരു കവിതയെക്കുറിച്ച് നമ്മൾ പറയാൻ വിട്ടുപോയത് ആസാം പണിക്കാർ. ആസാം പണിക്കാർ നിങ്ങൾ എപ്പോഴെങ്കിലും പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആസാം പണിക്കാർ ആരെങ്കിലും? പഠിച്ചിട്ടുണ്ട് മാഷെ, ഡിഗ്രിക്ക് പഠിക്കുമ്പോ പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്രമേയം ഒന്ന് പറയൂ. അതായത് സ്വന്തം നാട് വിട്ട് നമ്മള് അന്യ സ്ഥലത്ത് ജോലിക്ക് പോകുന്ന, അതായിട്ടാണ് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല, പക്ഷെ അതാണെന്നാ ഒരു ചെറിയൊരു ഓർമ്മ. അത് തന്നെയാണ്. അതായത് പിന്നെ ഇവിടെ വലിയ പട്ടിണിയാണ്. അങ്ങനെ ഇവിടുത്തെ ദാരിദ്ര്യവും പട്ടിണിയും സഹിക്കവയ്യാതെ ഈ പട്ടാള ടെന്റുകൾ നിർമ്മിക്കാനായിട്ട്, അല്ലെങ്കിൽ പട്ടാളവുമായി ബന്ധപ്പെട്ട ജോലി ഒഴിവുണ്ട് എന്നറിഞ്ഞിട്ട് ആസാമിലേക്ക് വണ്ടി കയറുന്നതാണ് ഇവിടുത്തെ ആളുകൾ.
ഇവിടുത്തെ പട്ടിണിക്കാർ അങ്ങനെ അവിടെ പിന്നെ ജോലി ചെയ്യുകയും അവിടെ ഒരുപാട് ദുരിതം അനുഭവിക്കുകയും രോഗം പിടിപെടുകയും അങ്ങനെ ഇതിലെല്ലാം ഭേദം ജന്മനാട് തന്നെയാണ് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ നാട്ടിലേക്ക് വരികയും ചെയ്യുന്ന തിരിച്ചു വരികയും ചെയ്യുന്ന കുറെ ആളുകൾക്ക് അവിടെ വലിയ നാശമെല്ലാം സംഭവിച്ചു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവര് ഒരു തെങ്ങ് കേരളത്തെ കുറിച്ച് അടയാളങ്ങൾ അല്ലേ തെങ്ങ് കണ്ടിടത്ത് ഓർത്തു ഞാൻ ഈ അമലനാടിനെ പറയുന്ന കവിതയാണ്. എല്ലാ സംശയങ്ങളും പിന്നെ ഈ പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ പായും കുടയും നെയ്യും എന്നൊരു വരി കേട്ടിട്ടുണ്ട്. വിഷുക്കണിയിലാണെന്ന് തോന്നുന്നു അല്ലെ. പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ പായും കുടയും നെയ്യും. പിന്നെ പടയാളികൾ എന്നൊരു സമാഹാരം വെട്ടുവനും വെട്ടുവത്തിയും പരാമർശിക്കപ്പെടുന്ന കൃതിയാണ് പടയാളികൾ. ഈ പടയാളികൾ എന്ന് പറയുന്നത് ആരാണ്? പുഞ്ചയ്ക്ക് വെള്ളം തേവുന്ന കർഷകർ തന്നെയാണ് ഈ പടയാളികൾ അല്ലേ. പിന്നെ മറ്റു ചില കവിതകളുടെ പേരുകൾ കൂടി നമ്മൾ അവിടെ നോട്ട് ചെയ്യാം. അരിയില്ലാഞ്ഞിട്ട്, പുഴയുടെ പാട്ട്, ഗൃഹപുരാണം, പുതിയ ചോറൂണ്. അപ്പോൾ പഴയ ചോറൂണ് ആരതാണ്? ചോറൂണ് എന്നൊരു കവിത വേറെയുമുണ്ട് അല്ലേ. ആരതായിരുന്നു അത്? ആരെങ്കിലും ഓർക്കുന്നോ? ONV കുറുപ്പിന്റെ കവിതയാണ് അല്ലേ. ഉണ്ണി മറക്കായിക പക്ഷേ ഒരമ്മതൻ ചുണ്ടിൽ നിന്നുണ്ട മധുരമൊരിക്കലും അല്ലേ. ഇപ്പൊ പുതിയ ചോറൂണ്, പെണ്ണും പുലിയും, എണ്ണപ്പുഴുക്കൾ തുടങ്ങിയ സമാഹാരമെല്ലാം ശ്രദ്ധിക്കുക. അതേപോലെ കുടിയൊഴിക്കലാണ് തോന്നുന്നു ഒരു വരി കൂടി നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ചെറ്റയാം വിടൻ ഞാൻ ഇനിമേലിൽ കഷ്ടമെങ്ങനെ കണ്ണാടി നോക്കും. ചെറ്റയാം വിടൻ ഞാൻ ഇനിമേലിൽ കഷ്ടമെങ്ങനെ കണ്ണാടി നോക്കും. കുടിയൊഴിക്കൽ. ഈ ആത്മകഥയും കാവ്യചരിത്രവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കൃതിയാണ് സാവിത്രി എന്നൊരു കവിത. ആത്മകഥയും കാവ്യചരിത്രവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി വൈലോപ്പിള്ളിയുടെ. ഇനി എന്തെങ്കിലും വൈലോപ്പിള്ളിയെ കുറിച്ച് കിട്ടുമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. ആത്മകഥയും കാവ്യചരിത്രവും എന്ന് വിശേഷിപ്പിക്കുന്ന കവിതയുടെ പേര്
സാവിത്രി എന്നൊരു കവിതയെ കുറിച്ച്. സാവിത്രി. ഇനി നമ്മൾ പരിചയപ്പെടേണ്ടത് ജി ശങ്കരക്കുറുപ്പിനെയാണ്. ജി ശങ്കരക്കുറുപ്പ് കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്. ഇപ്പോഴാരാ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്? അല്ലേ? ഇപ്പോഴും ആരെങ്കിലും ഓർക്കുന്നോ കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്? അതെല്ലാം നമ്മളൊന്ന് ഒരു ദിവസം ഒരു ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയങ്ങളാണ് അല്ലേ? വൈശാഖനാണ് അല്ലേ? അല്ലേ? അതെ സർ. ഓക്കെ. നായത്തോട് ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ആദ്യ ജ്ഞാനപീഠം 1965 ഏത് കൃതിക്കാണ് കിട്ടുന്നത്? കൊടക്കുഴലിന് അല്ലേ? അതുവരെ ഉണ്ടായിരുന്ന സമാഹരിച്ചു വെക്കുന്നതാണ്. ഈ ഡൽഹിയിലെ വലിയ വ്യവസായി ആയിട്ടുള്ള ശാന്തി പ്രസാദ് ജെയിൻ ആണ് ഇത് ഏർപ്പെടുത്തുന്നത്. ഈ ഭാരതീയ പ്രാദേശിക ഭാഷകളിലുള്ള ഏറ്റവും മികച്ച സാഹിത്യ സൃഷ്ടികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് അല്ലേ? ഇത് ജ്ഞാനപീഠ പുരസ്കാരം അല്ലേ? ഏതാണ്ട് 7 ലക്ഷം രൂപ എങ്ങാണ്ടാണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴതിന്റെ പുരസ്കാര തുക അല്ലേ? അത് മലയാളത്തിൽ 6 പേർക്കാണ് ഇന്നോളം കിട്ടിയിട്ടുള്ളത് അല്ലേ? ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഭാഷ ഹിന്ദി ഭാഷയാണ്. 6-നേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഹിന്ദി അല്ലേ? ഹിന്ദിയാണോ കന്നഡയാണോ എന്നൊരു സംശയമുണ്ട്. കന്നഡയാണെന്ന് തോന്നുന്നു അല്ലെ? കന്നഡയ്ക്കും കിട്ടിയിട്ടുണ്ട് കൂടുതൽ തവണ. തമിഴ് ഭാഷയ്ക്ക് 2 or 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കണം. ഈ ശാന്തി പ്രസാദ് ജെയിൻ തന്നെയാണ് ഈ മൂർത്തി ദേവി പുരസ്കാരവും എല്ലാം കൊടുക്കുന്നത്. മൂർത്തി ദേവി പുരസ്കാരം അല്ലേ? ശാന്തി പ്രസാദ് ജെയിന്റെ അമ്മയാണ് മൂർത്തി ദേവി. അവരുടെ പേരിൽ ഉള്ള പുരസ്കാരം സാംസ്കാരിക പൈതൃകമുള്ള കൃതികൾക്ക് നൽകുന്നതാണ് ഈ മൂർത്തി ദേവി പുരസ്കാരമെല്ലാം അല്ലേ? ഓക്കെ, ശരി, അതുപോട്ടെ, നമുക്കതിന്റെ വഴിയെ വിടാം. മിസ്റ്റിസിസവും സിംബോളിസിസവും എല്ലാം മലയാള കവിതയിൽ പരിചയപ്പെടുത്തുകയാണ് ശങ്കരക്കുറുപ്പ് ചെയ്യുന്നത് അല്ലേ? മിസ്റ്റിക് കവി എന്ന്, സിംബോളിക് കവി എന്ന്. മിസ്റ്റിസിസവും സിംബോളിസവും മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്ന കവി എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കണം. 1968 പത്മഭൂഷൺ ലഭിക്കുന്നുണ്ട്. പത്മഭൂഷൺ കിട്ടിയ കവിയാണ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ പത്മഭൂഷൺ ലഭിച്ച കവികൾ ആര് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശങ്കരക്കുറുപ്പിന്റെ പേര് ഓർമ്മിക്കണം. 68 അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടുന്നത് അല്ലേ? രാഷ്ട്രപതി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? നോമിനേറ്റ് ചെയ്താന്ന് തോന്നുന്നു. അദ്ദേഹത്തെ രാജ്യസഭ അംഗമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ല തെരഞ്ഞെടുപ്പിലൂടെയോ അല്ല, നോമിനേറ്റ് ചെയ്താണെന്ന് എൻ്റെ ഓർമ്മ. ഇനി കവികളുടെ കവി എന്ന്, കവികളുടെ കവി
മിസ്റ്റിക് കവി, അല്ലെ, സിംബോളിക് കവി എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നുണ്ട്, അല്ലെ. സിംബോളിക് കവി എന്നിങ്ങനെയെല്ലാം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. പ്രകൃത്യുപാസകൻ വിളിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ, പ്രകൃത്യുപാസകൻ, അല്ലെ. സാഹിത്യത്തിന് വേണ്ടി സമർപ്പിതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അന്ന് 65-ൽ ഏതാണ്ട് 1,00,000 രൂപയോ മറ്റോ ആണ് പിന്നെ ഇതിന് ലഭിക്കുന്നത്. ജ്ഞാനപീഠ പുരസ്കാരത്തിന് സമ്മാനത്തുക അന്ന് ഏർപ്പെടുത്തിയ കൊല്ലം തന്നെ മലയാള ഭാഷയ്ക്കാണ് ലഭിക്കുന്നത്. 65-ലാണ് അത് ആരംഭിക്കുന്നത് തന്നെ. അന്ന് തന്നെ അദ്ദേഹത്തിനാണ് കിട്ടിയത്. അന്ന് അത്രയും വലിയൊരു തുക കിട്ടിയാൽ അദ്ദേഹത്തിന് വലിയ ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന് കൊടുക്കുകയാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് അത് ഓടക്കുഴൽ, അത് ബാങ്കിലിട്ടിട്ട് അതിന്റെ പലിശ കൊണ്ടാണ് എന്ത് കൊടുക്കുന്നത്? ഓടക്കുഴൽ പുരസ്കാരം, അല്ലേ? അങ്ങനെ ഒരു കഥയില്ലേ? അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഓടക്കുഴൽ പുരസ്കാരം കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അല്ലേ? ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് വെണ്ണിക്കുളത്തിനല്ലേ? വെണ്ണിക്കുളം ഗോപാൽ, അല്ലെ? വെണ്ണിക്കുളത്തിനല്ലേ കിട്ടുന്ന ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം? അതെ സർ. അല്ലേ? വെണ്ണിക്കുളത്തിന് ഒരു അപരനാമം ഉണ്ടല്ലോ, അതെന്തായിരുന്നു? തുളസീദാസ് എന്നൊരു പേരില്ലേ അദ്ദേഹത്തിന്? അല്ലേ? ഒരു അപരനാമം ഇല്ലേ? ഓക്കെ. ഇനി അദ്ദേഹത്തിന്റെ ഒരു ഏകാംഗമാണ് വിമല. ഒരു ഏകാംഗ കൃതിയാണ് വിമല. അദ്ദേഹത്തിന്റെ ലഘു നാടകമാണ് ഇരുട്ടിനു മുൻപ്. മറ്റൊരു ലഘു നാടകമാണ് ഇരുട്ടിനു മുൻപ്. ഉമാകേരളത്തിന് ഇദ്ദേഹം ഒരു ഗദ്യവ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉമാകേരളത്തിന് ഒരു ഗദ്യവ്യാഖ്യാനം രാജനന്ദിനി എന്ന പേരിൽ, രാജനന്ദിനി, രാജനന്ദിനി എന്ന പേരിൽ ഒരു ഗദ്യവ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ വളരെ പ്രസിദ്ധമായ കവിതയാണ് നിമിഷം. അതിന് അവതാരിക എഴുതിയിട്ടുള്ളത് കേസരി എ ബാലകൃഷ്ണ പിള്ളയാണ്. ഈ മേഘസന്ദേശ വിവർത്തനം, അല്ലെ? മേഘസന്ദേശ വിവർത്തനം, മേഘഛായ എന്ന പേരിൽ, മേഘസന്ദേശ വിവർത്തനം മേഘഛായ എന്ന പേരിൽ അത് ഈ സജാതീയ ദ്വിതീയ അക്ഷരപ്രാസം ദീക്ഷിച്ചുകൊണ്ട് ആണ് രചന എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. സജാതീയ ദ്വിതീയ അക്ഷരപ്രാസമാണ് അദ്ദേഹം അത് സ്വീകരിച്ചത്. പിന്നെ ഒമർ ഖയ്യാമിന്റെ, പേർഷ്യൻ കവിയായ ഒമർ ഖയ്യാമിന്റെ റുബായിയത്ത് വിലാസലഹരി എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ശ്രദ്ധിക്കണം. വിലാസലഹരി. അതിൽ ഈ റുബായിയത്ത് ബ്രാക്കറ്റിൽ എഴുതി വെച്ചാൽ മതി. റുബായിയത്ത് ജീവിതോത്സവം എന്ന പേരിൽ എം.പി. അപ്പനും, ജീവിതോത്സവം എന്ന പേരിൽ എം.പി. അപ്പനും
ഡാഷ് എന്ന പേരിൽ ചങ്ങമ്പുഴയും വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഡാഷ് എന്ന പേരിൽ ചങ്ങമ്പുഴയും വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആ ഡാഷ് നിങ്ങൾ പൂരിപ്പിക്കണം. എന്താ പേര്? മധുരോത്സവം. മധുരോത്സവം എന്നാണോ മദനോത്സവം എന്നാണോ? പല ഗൈഡുകളിലൊക്കെ മദനോത്സവം എന്നും കണ്ടിട്ടുണ്ട്, മധുരോത്സവം എന്നും കണ്ടിട്ടുണ്ട്. ഏതാണ്? ഗൈഡുകളില് നമ്മള് പിന്നെ ഇടയ്ക്ക് കൺഫ്യൂഷൻ ആയിക്കളയും. മദനോത്സവമാണ് കറക്റ്റ് എന്നാണ് എന്റെ ഒരു ഓർമ്മ. മദനോത്സവം നല്ലത് അല്ലേ? മദനോത്സവമല്ലേ കറക്റ്റ്? മദനോത്സവം. നിങ്ങള് ചങ്ങമ്പുഴയുടെ പേജ് എടുക്ക്, ചങ്ങമ്പുഴയുടെ പേജ് എടുക്ക്. അതിൽ നമ്മൾ എന്താ എഴുതിയ നോക്ക്. അവിടെ എഴുതിയിട്ടില്ലേ? നമ്മൾ മറന്നുപോയോ? ഇല്ലല്ലോ. മദനോത്സവം തന്നെ എഴുതിയ. മദനോത്സവം തന്നെ എഴുതി. കറക്റ്റ് അല്ലേ? അപ്പൊ അത് ബ്രാക്കറ്റിൽ എഴുതി വെച്ചാൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, കൂടി ആകപ്പാട് കൺഫ്യൂഷൻ ആവും. ഇത് അവിടെ മദനോത്സവം തന്നെ എഴുതിയിട്ടുണ്ട് മാഷെ. മദനോത്സവമാണ് കറക്റ്റ് എന്നാണ് എനിക്ക് എന്റെ മദനോത്സവമാണ് ശരി. വേറൊരു കൃതി ഉണ്ടല്ലേ? ഏതാ? മധുരോത്സവം എന്ന് പറയുന്ന വേറൊരു കൃതി ഉണ്ട് ചങ്ങമ്പുഴയ്ക്ക്. അതെ അതെ അതെ, വേറെ കൃതിയുണ്ട്. പക്ഷെ ഇത് നമ്മള് റുബായിയത്തിന്റെ പരിഭാഷയുടെ പേര് മദനോത്സവം എന്ന് തന്നെയല്ലേ എഴുതിയത്? ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഗീതാഞ്ജലി, പിന്നെ ഗീതാഞ്ജലി, ടാഗോറിന്റെ ഗീതാഞ്ജലി ഇല്ലേ? ഗീതാഞ്ജലിക്ക് എന്താ ഒരു പ്രത്യേകത? ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് എന്താ പ്രത്യേകത? അതിനാണല്ലോ നോബൽ പ്രൈസ് നോബൽ പ്രൈസ് കിട്ടിയത് 1913. അത് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആര്? ശങ്കരക്കുറുപ്പ്. പക്ഷെ ആ വിവർത്തനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ആ വിവർത്തനത്തിന് എന്താ പ്രത്യേകത? അത് അങ്ങനെ അങ്ങാണ്ടൊരു അത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ആ വിവർത്തനത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഈ ഗീതാഞ്ജലിക്ക് ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷ് പരിഭാഷയിൽ നിന്നാണ് പലരും അത് അവരുടെ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ബംഗാളി അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇദ്ദേഹം ബംഗാളിയിൽ നിന്ന് നേരിട്ടാണ് വിവർത്തനം ചെയ്യുന്നത്. ആര്? ശങ്കരക്കുറുപ്പ്. കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതെവിടെയോ ഒരു ചോദ്യമായിട്ട് പരാമർശിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ കൃതിയാണ് നിഴലുകൾ നീളുന്നു. ആത്മകഥാപരമായ ഒരു കൃതിയാണ് നിഴലുകൾ നീളുന്നു എന്നുള്ളത്. ഓടക്കുഴലിനാണല്ലോ എന്ത് കിട്ടിയത്? ജ്ഞാനപീഠം കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിന്റെ അവതാരിക ആരാണ് എഴുതിയത് എന്നുള്ളത് ശ്രദ്ധേയമാണല്ലോ. ആരാ ഓടക്കുഴലിന് അവതാരിക ഓർക്കുന്നോ? ഓടക്കുഴലിന് അവതാരിക എഴുതിയിട്ടുള്ളത് ആരാണ്? എസ് ഗുപ്തൻ നായരാണ് ഓടക്കുഴലിന് അവതാരിക എഴുതിയിട്ടുള്ളത്. ഇനി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയുടെ പേര് ഞാൻ പറയണ്ടല്ലോ, ഓർമ്മിപ്പിച്ചാൽ മതി, നിങ്ങൾ എഴുതും. ഏതാണ് ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥ? ഓർമ്മയുടെ തീരങ്ങളിൽ. ഓർമ്മയുടെ തീരങ്ങളിൽ ഉത്തരം ശരിയാണ്, ചോദ്യം തെറ്റിപ്പോയി. ഓർമ്മയുടെ അറകൾ ഉത്തരം ശരിയാണ്, ചോദ്യം തെറ്റിപ്പോയി. നിങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കൃതികളാണ്. എന്നിട്ട് ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥ ആയിട്ടില്ല. ഓർമ്മയുടെ ഓളങ്ങളിലാണ് ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥ. അപ്പൊ ഇത് നിങ്ങൾക്കിത് ചോയ്സിൽ നിന്ന് കിട്ടിക്കോളും. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം ഓർമ്മ വെച്ചിട്ട് തന്നെയാണ് മറ്റു ചോയ്സുകൾ തരിക ചോദിക്കുകയാണെങ്കിൽ.
അപ്പോ നിങ്ങൾ അവിടെ ബ്രാക്കറ്റിലാണ് നോട്ട് ചെയ്തോളൂ. ഇതെല്ലാം ഓർമ്മയുടെ തീരങ്ങളിൽ തകഴിയാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുക, ഓർമ്മയുടെ തീരങ്ങളിൽ തകഴിയാണ്. അറകൾ, ഓർമ്മയുടെ അറകൾ ബഷീറാണ്. ഓർമ്മയുടെ ആൽബം എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട്. ഓർമ്മയുടെ ആൽബം ആരാണെന്ന് ഓർക്കുന്നുവോ? അദ്ദേഹം ഒരു IAS ഓഫീസറൊക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്, കലക്ടറൊക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്, വലിയ സാഹിത്യകാരനുമായിരുന്നു. മലയാറ്റൂരിൻ്റെതാണ് ഓർമ്മയുടെ ആൽബം. ഒളിവിലെ ഓർമ്മകൾ ആരുടേതാണ്? ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസിയുടെ യഥാർത്ഥ പേരെന്താണ്? തോപ്പിൽ ബാസിയുടെ യഥാർത്ഥ പേര്? ഇല്ലേ? അപ്പൊ അത് അടുത്ത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം, തോപ്പിൽ ബാസിയുടെ യഥാർത്ഥ പേര് കേട്ടാ. ഭാസ്കരൻ പിള്ള എന്ന് വരുന്നുണ്ടോ നോക്കണം, അല്ലേ? ഓർമ്മക്കുറിപ്പുകൾ ആത്മകഥയാണ്. ഓർമ്മക്കുറിപ്പുകൾ ഭാസ്കരൻ പിള്ളയാണോ? തോന്നുന്നുണ്ട്. അതാണ് പക്ഷെ ഓർമ്മ, ഭാസ്കരൻ പിള്ള എന്നാണ് വായിച്ചതായിട്ടുള്ള ഒരു ഓർമ്മ. ഭാസ്കരൻ പിള്ളയാണ്, എന്നാൽ അതായിരിക്കും ശരി. ഓർമ്മക്കുറിപ്പുകൾ ആരുടെ ആത്മകഥയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ഓർമ്മയുടെ അറകളല്ലേ അത്? അത് എഴുതിയില്ലേ? ഓർമ്മയുടെ അറകൾ ഇപ്പൊ എഴുതിയല്ലോ വൈക്കം മുഹമ്മദ് ബഷീറിന്. ഓർമ്മക്കുറിപ്പുകൾ എന്നൊരു ആത്മകഥയുണ്ട്, അതാരതാന്ന് കണ്ടുപിടിക്കണം. അതേപോലെ ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നൊരു കൃതിയുണ്ട്, ആത്മകഥയുണ്ട്, അതും ആരതാന്ന് അടുത്ത ക്ലാസ്സിലേക്ക് കണ്ടുപിടിക്കണം. ഒരു കുറിപ്പുകളും ഓർമ്മക്കുറിപ്പുകളും ആരതാണെന്ന് നിങ്ങളൊന്ന് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ PK വാര്യരാണോ മാഷേ? PK ആണ് അല്ലേ? പിന്നെ ശരിയാണ് ശരിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓർമ്മക്കുറിപ്പുകളോ? അവരൊരു ക്ലൂ തരാം. അവരൊരു പ്രസ്ഥാനവുമായിട്ട്, സ്ത്രീ വിമോചക പ്രസ്ഥാനത്തിന്റെ എല്ലാം മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളുടേതാണെന്നാണ് എൻ്റെ ഓർമ്മ. അവര് അന്വേഷി എന്ന് പറയുന്ന സംഘവുമായിട്ട് ഇപ്പൊ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആയിരിക്കും അല്ലേ? അപ്പൊ ഒന്ന് നോക്കിക്കളയൂ കേട്ടോ, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. യെസ്, നമുക്ക് ശങ്കരക്കുറുപ്പിലേക്ക് തിരിച്ചു വരാം. ജിയുടെ ആദ്യ കവിതാ സമാഹാരമാണ് സാഹിത്യ കൗതുകം. ഈ സാഹിത്യ കൗതുകം അത് ശ്രദ്ധിക്കണം. ഇത് ഏതിന്റെ മാതൃകയിൽ രചിക്കപ്പെട്ട കൃതിയാണ്? വള്ളത്തോളിന്റെ സാഹിത്യ മഞ്ജരി. മഞ്ജരിയുടെ മാതൃകയിലാണ് അല്ലെ? അതിൽ അദ്ദേഹത്തിന്റെ അവസാന കവിതയായിട്ട് വരുന്ന അന്തി വെൺമുകിൽ എന്നൊരു കവിതയെ കുറിച്ച് പറയുന്നുണ്ട്. അന്തി വെൺമുകിൽ ശങ്കരക്കുറുപ്പിന്റെ അവസാന കാല കൃതികളിൽ വരുന്നതാണ് അന്തി വെൺമുകിൽ. സൂര്യകാന്തി ശങ്കരക്കുറുപ്പിൻ്റെതാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? പക്ഷെ അതിന് അവതാരിക എഴുതിയത് ആരാണ്? സൂര്യകാന്തി ചോദ്യപേപ്പറിൽ കണ്ടാൽ നിങ്ങൾ ചാടിപ്പിടിച്ച് ശങ്കരക്കുറുപ്പെന്ന് കറപ്പിക്കും അല്ലെ? അത് ഓക്കെയാണ്. പക്ഷെ അതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് കൈനിക്കര കുമാരപിള്ളയാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ 2 കുട്ടിക്കവിതകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഏതെല്ലാമാണ്? ശങ്കരക്കുറുപ്പിന്റെ 2 കുട്ടിക്കവിതകൾ പ്രസിദ്ധമാണ്. ഒലപ്പീപ്പി വിളഞ്ചുണ്ടുകളും അല്ലേ? ശരിയാണ്, ഒലപ്പീപ്പി വിളഞ്ചുണ്ടുകൾ. പിന്നെ കാറ്റേവ കടലേവ എന്ന് പറയുന്ന ഒരു കവിതയെ കുറിച്ച് കൂടി പരാമർശിക്കുന്നുണ്ട്. കാറ്റേവ കടലേവ, ഒലപ്പീപ്പി, ഇളം ചുണ്ടുകൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കുട്ടിക്കവിതകളാണ്. കുട്ടിക്കവിതകൾ. ഇനി സൈഡ് ഹെഡിങ് പ്രധാന കൃതികൾ, ചില പേരുകളെല്ലാം ഓർത്തു വെക്കാലോ. നമ്മൾ തീരെ കേൾക്കാത്ത കവിതകളൊക്കെ ചോദിച്ചാൽ അല്ലേ?
എഴുതിക്കോളൂ. വിശ്വദർശനം, വിശ്വദർശനം, സാഹിത്യ കൗതുകം, വിശ്വദർശനം, സാഹിത്യ കൗതുകം, ഓടക്കുഴൽ, 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 പാഥേയം, പാഥേയം, അന്തർദാഹം, അന്തർദാഹം, ചെങ്കതിരുകൾ, ചെങ്കതിരുകൾ, നിമിഷം. നിമിഷത്തിന്റെ അവതാരിക ആരാ എഴുതിയേ? കേസരി. കേസരി. അത് പഠിച്ച അതെല്ലാം ഒന്ന് വായിച്ചോളേ, ഓർമ്മ വരും. വായിച്ചാൽ മതി. 1-2 തവണ വായിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ തീർക്കിട്ടും നമുക്ക്. പതികന്റെ പാട്ട്, അല്ലാണ്ട് ഇതൊന്നും മനസ്സിൽ നിൽക്കൂല. ഇങ്ങനെ നിരന്തരം ഇങ്ങനെ എടുത്ത് വായിക്കുക. പതികന്റെ പാട്ട്, പതികന്റെ പാട്ട്. തീവണ്ടിയിലെ പാട്ട് ആരുടെ കവിതയാണ്? ഇത് പതികന്റെ പാട്ടാണ്. തീവണ്ടിയിലെ പാട്ട് നോക്കണം. അങ്ങനെ ഒരു കവിതയുണ്ട്, തീവണ്ടിയിലെ പാട്ട്. ഇനി മധുരം സൗമ്യം ദീപ്തം, മധുരം സൗമ്യം ദീപ്തം, ജീവന സംഗീതം, ജീവന സംഗീതം, വനഗായകൻ, വനഗായകൻ, സൂര്യകാന്തി, സൂര്യകാന്തി, സാന്ധ്യരാഗം, സാന്ധ്യരാഗം, വെളിച്ചത്തിന്റെ ദൂതൻ, വെളിച്ചത്തിന്റെ ദൂതൻ, ഇണക്കുരുവികൾ, ഇണക്കുരുവികൾ, നിമിഷം, ഒരേ തീയ്, ഒരേ തീയ്, ആരാമത്തിൽ, ആരാമത്തിൽ, കൂണുകൾ, ഈ നിമിഷം എന്നുള്ളത് ഒരു പ്രതിരൂപാത്മകമായ കവിതയാണ്. നിമിഷം ഒരു പ്രതിരൂപാത്മകമായ കവിതയാണ്. എന്താണ് ഈ നിമിഷം? നിമിഷങ്ങളെ അല്പമാത്ര ജീവികളായ ചിത്രശലഭങ്ങളോടാണ് സങ്കല്പിക്കുന്നത്. അല്പമാത്ര ജീവികളായ ചിത്രശലഭങ്ങളോടാണ് സങ്കല്പിക്കുന്നത്. സൂര്യകാന്തി ഒരു കവിതാ സമാഹാരമാണ്. സൂര്യകാന്തി അവതാരിക എഴുതിയിരിക്കുന്നത് കൈരിക്കര കുമാരപിള്ളയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂര്യകാന്തി അതിൽ വരുന്ന കവിതകള് അന്വേഷണം, എന്റെ വേളി. എന്റെ വേളി നമ്മളത് പറയേണ്ടുന്ന കവിതയാണ്. എന്റെ വേളി. സൂര്യകാന്തി, ഇന്നു ഞാൻ നാളെ നീ എന്നും പ്രതിധ്വനിക്കുന്നിതെന്നോർമ്മയിൽ. അല്ലേ, കേട്ടിട്ടില്ലേ? ഇന്നു ഞാൻ നാളെ നീ. പങ്കജഗീതം, പങ്കജഗീതം, ഭൃംഗഗീതി, ഭൃംഗഗീതി എന്നിവ ശ്രദ്ധിക്കുക. അതില് എന്റെ വേളിയെ കുറിച്ച് നമുക്കൊന്ന് പറയണം. അതൊരു മിസ്റ്റിക് കവിതയാണ്. നമ്മൾ പറഞ്ഞു മിസ്റ്റിക് കവിതയുടെ ഒരു പ്രചാരകനായിരുന്നല്ലോ ഇദ്ദേഹം. മിസ്റ്റിക് കവിതയെ കുറിച്ച് വലിയ
ഒരു ചർച്ച വന്നതാണ്. മലയാള കവിതയിലെ വാടാമലർ എന്ന് ഇതിന് വിശേഷിപ്പിച്ചത്. മലയാള കവിതയിലെ വാടാമലർ, മലയാള കവിതയിലെ വാടാമലർ, വരക്കുറി, വരക്കുറി, മായാരേഖ. മലയാള കവിതയിലെ വരക്കുറി, വാടാമലർ, മായാരേഖ എന്നെല്ലാം ഈ കവിതയെ പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതിലെ വധു എന്ന് പറയുന്നത് ജീവിതവും, വധു ജീവിതത്തിന്റെ പ്രതീകവും വരൻ മരണത്തിന്റെ പ്രതീകവും, വരൻ മരണത്തിന്റെ പ്രതീകവുമായിട്ടാണ് ഈ കവിതയിൽ വരുന്നത്. ജന്മഗൃഹം എന്ന് പറയുന്നത് ഈ ലോകം തന്നെയാണ്. ജന്മഗൃഹം എന്ന് പറയുന്നത് ഈ ലോകം തന്നെയാണ്. ഭർതൃഗൃഹം എന്ന് പറയുന്നത് മരണാനന്തര ലോകമാണ്. അങ്ങനെ ചില സിംബലുകൾ ഉണ്ട്. വരികൾ നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാലമൻ ശിരസിങ്കൽ അണിയിക്കയായി, നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാലമൻ ശിരസിങ്കൽ അണിയിക്കയായി, കാലമൻ ശിരസിങ്കൽ അണിയിക്കയായി, മുല്ല മാല പാലത്തിങ്കൽ ചേർത്തു കഴിഞ്ഞു വരക്കുറി. കാലമൻ ശിരസിങ്കൽ അണിയിക്കയായി, മുല്ല മാല പാലത്തിങ്കൽ ചേർത്ത് കഴിഞ്ഞു വരക്കുറി. വരണം വരൻ മാത്രം, വരണം വരൻ മാത്രം, ആസന്നമായി പോയി, വരണം വരൻ മാത്രം ആസന്നമായി പോയി. വരണം സനാതന നിയമം ലംഘിക്കാമോ, വരണം സനാതന നിയമം ലംഘിക്കാമോ. ഇനി ഇദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ആഖ്യാന കവിതയാണ് പെരുന്തച്ചൻ. വളരെ പ്രസിദ്ധമായ ആഖ്യാന കവിതയാണ് പെരുന്തച്ചൻ. പെരുന്തച്ചന്റെ ഐതിഹ്യം പ്രമേയമാക്കുന്ന ആദ്യ കവിതകളിൽ ഒന്നാണ്. പെരുന്തച്ചന്റെ ഐതിഹ്യം പ്രമേയമാക്കുന്ന ആദ്യ കവിതകളിൽ ഒന്നാണ്. ഈ മനുഷ്യനിലെ അസൂയ, ഭീതി എന്നിവയെല്ലാമാണ് കവിതയ്ക്ക് വിഷയം. ഊർന്നു കൈ അറിയാതെ അറിയാതെയാണുളി, ഊർന്നു കൈ അറിയാതെ അറിയാതെയാണുളി, ഊർന്നു കൈ അറിയാതെ അറിയാതെയാണുളി. അടുത്തത്, നേർന്നു ഞാൻ മകന്റെ മേലിത് പോയി വീഴല്ലേ, നേർന്നു ഞാൻ മകന്റെ മേലിത് പോയി വീഴല്ലേ. പാണനാർ ഒരു മിത്തിനെ അടിസ്ഥാനമാക്കിയ കവിതയാണ്. പാണനാർ ഒരു മിത്തിനെ അടിസ്ഥാനമാക്കിയ കവിതയാണ്. ആയിരത്തി 1950 വരെയുള്ള കവിതകളുടെ സമാഹാരമാണ്. 1950 വരെ അദ്ദേഹം എഴുതിയ
60 കവിതകളുടെ സമാഹാരമാണ് ഓടക്കുഴൽ. കവിതകളുടെ സമാഹാരമാണ് ഓടക്കുഴൽ. ഓടക്കുഴൽ അതാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ളത്. ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള കൃതിയാണ്. ഓക്കെ, നമുക്ക് ഇപ്പോഴ് ഇവിടെ വെച്ച് നിർത്താം. അടുത്ത ക്ലാസ്സിൽ തുടരാം. നമസ്കാരം. Okay, sir. Thank you. Thank you, sir.